മുഹമ്മദുൻ സ്വല്ലാ അലൈഹി സമദോ ബിസയ്യിദിൽ കബീരി ബൈനൽ ഉമമി യസലു ജമീഅൽ അംബിയാഇ ആഖിദാ ബിയദിൽ കബീരി ബിനിൽ അലിയിൽ മുക്റമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ നാളെ മഹ്ശറിൽ റിഫായി ശൈഖിന്റെ കയ്യും പിടിച്ചിട്ട് അതാ മഹ്ശറിലൂടെ സർവ്വ അമ്പിയാക്കളെയും സമീപിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമത്രേ, അല്ലിന്ദകും ഫീ ഉമമിൻ മിൻ റജുലി ലാ ഫവല്ലാ മിസ്ലഹു മിൻ അരിമി ഫയജീഉ ആദമു ഇൻദ ത്വാഹ മുസ്രിആ മുതസാഫിഹൻ മുതസല്ലിമൻ ബിൽ കറമി. നിങ്ങളുടെ റിഫായി മൗലിദിൽ ഇങ്ങനെ ഈ പെരുങ്കള്ളം അല്ലാഹുവിന്റെ അമ്പിയാക്കളുടെ പേരിൽ മുഴുവനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ മുഴുവനും നിങ്ങൾ പറയുന്നില്ലേ എന്ന് ചോദിച്ചിരുന്നു. ആ ചോദ്യത്തിൽ റിഫായി ശൈഖിനെ സംബന്ധിച്ച് ഖുർആനിലുണ്ടോ എന്നാണ് മൗലവി ചോദിച്ചത് എന്ന കള്ള ബോംബ് പൊട്ടിച്ചു എന്നതല്ലാതെ കരയുദ്ധക്കാരന് തെളിവുദ്ധരിക്കാനായില്ലല്ലോ. റിഫായി മൗലിദ് എന്ന് പറയുന്ന ഒരു മൗലിദുണ്ട്. ആ മൗലിദിൽ ഒരു കഥ പറയുന്നുണ്ട്. എന്ത്? ഖിദ്ർ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നോട് വന്ന് പറഞ്ഞു എന്നൊരു ചങ്ങാതി പറയാ. അബുൽ വഫ എന്ന് പറയുന്ന ഒരാൾ പറയണ, എന്നോട് ഖിദ്ർ നബി വന്നിട്ട് പറഞ്ഞു. ഈ അടുത്ത കാലക്കാരനെ അബുൽ വഫ പറയാണ്, എന്നോട് ഖിദ്ർ നബി വന്നിട്ട് പറഞ്ഞു. എന്ത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ മഹ്ശറില് റിഫായി ശൈഖിന്റെ കയ്യിന് പിടിക്കും, പിടിച്ചിട്ട് ഇങ്ങനെ മഹ്ശറിൽ കൂടി ചുറ്റി നടക്കും. ഹല്ലിന്ദകും മിൻ റജുലിൻ ഹല്ലിന്ദകും മിൻ റജുലിൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരാളുണ്ടോ, ഇതുപോലത്തെ ഒരാളുണ്ടോ എന്ന് പറയുമ്പോ എല്ലാരും ലാലാ ഫവല്ലാ മലഹു മിൻ മുത്ഹമി, ആരുമില്ല ആരുമില്ല എന്ന് എല്ലാരും പറയും. ആദം നബി വന്ന് കൈ കൊടുക്കും, എല്ലാരും പറയും റിഫായിയെ പോലെ ആരുമില്ല എന്ന്. റിഫായിയുടെ കയ്യും പിടിച്ചിട്ട് റസൂലുള്ള നാളെ മഹ്ശറിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങും എന്ന വാർത്ത എന്നോട് ഖിദ്ർ നബി വന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് ഈ റിഫായി ശൈഖിനെ പറ്റി ആ നിലക്കുള്ള ഒരു കഥ, കള്ളക്കഥ മൗലിദിന്റെ കിതാബിൽ പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, അങ്ങനെ മഹ്ശറിൽ ഒരു സംഭവം നടക്കുമെന്ന്, അങ്ങനെ മഹ്ശറിൽ ഈ കാര്യം നടക്കുമെന്ന് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോ പേരോട് എന്ത് ചെയ്തു? അങ്ങനെ മഹ്ശറിൽ ഒരു കാര്യം നടക്കും എന്നതാണ് ഒഴിവാക്കിയിട്ട് വെറും ക്ലിപ്പ് മുറിച്ചിട്ട് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്നാക്കിയിട്ട് മൂപ്പര് ചോദിക്കാണ്, ഈ മൗലവിന്റെ ഒരു ഹാലെന്താണ്? മൂപ്പര് പറയാണ്, ഈ മൗലവിന്റെ ഒരു ഹാലെന്താണ്? എന്തേ കാരണം? ഈ സംഭവം ഖിദ്ർ നബി വന്നിട്ട് പറഞ്ഞു എന്ന് ഖുർആനിൽ ഞാൻ കാണിച്ചു കൊടുക്കണം, പോലും റിഫായി ശൈഖിനെ പറ്റി ഞാൻ ഖുർആനിൽ കാണിച്ചു കൊടുക്കണം എന്ന് മൗലവി പറഞ്ഞു. പച്ചക്കള്ളം എന്റെ പേരിൽ പറയുകയാണ്. നിങ്ങൾ കേട്ടോളൂ, എന്താണ് ഞാൻ അവിടെ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് എന്താന്ന് കേട്ടോളൂ. ഈ നിലക്ക് അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരെ സംബന്ധിച്ച്, മഹത്തുക്കളെ സംബന്ധിച്ച് കളവല്ലേ ഈ പറയുന്നത്? ഇങ്ങനെ ഒരു സംഭവം മഹ്ശറിൽ നടക്കാൻ പോകുന്നുണ്ടെന്ന് ആരാണ് നിങ്ങളെ പഠിപ്പിച്ചത്? ഖുർആനിലുണ്ടോ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസിലുണ്ടോ? പ്രമാണങ്ങളിൽ ഇല്ലാത്തത് പറഞ്ഞുകൊണ്ട് ഉണ്ടെന്ന് കള്ളം പറയുന്ന ഈ ശൈലി, ഉണ്ടെന്ന് പ്രചരിപ്പിക്കുന്ന ഈ ഒരു തോന്നിവാസം അമ്പിയാക്കളുടെ പേരിൽ വേണോ? ഔലിയായിന്റെ പേരിൽ വേണോ? മഹത്തുക്കളുടെ പേരിൽ വേണോ? 100 വട്ടം ആലോചിക്ക്. ഇങ്ങനെ ഒരു സംഭവം നാളെ മഹ്ശറിൽ നടക്കാൻ പോകുന്നുണ്ട് എന്ന വിവരം ആരാ ഞങ്ങളോട് പറഞ്ഞത്? ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ? മൂപ്പരത് കോട്ടിമാട്ടിയിട്ട് എന്താ ചോദിക്കുന്നത്? മൗലവി എന്നോട് ചോദിക്കേണ് റിഫായി ശൈഖിനെ പറ്റി ഇങ്ങനെ അബുൽ വഫാനോട് ഖിദ്ർ വന്ന് പറഞ്ഞു എന്ന് ഖുർആനിലുണ്ടോന്ന്. ഞാൻ അങ്ങനെ ചോദിച്ചിട്ടില്ല, പച്ച കളവാണ്. കളവ് നമ്പർ 1 കേൾപ്പിക്കൂ. മൂപ്പര ഒന്നാമത്തെ കളവ്. നിങ്ങൾക്കൊന്ന് കേൾക്കണോ? മൂപ്പരത്ത് എന്നോട് ഒരു ചോദ്യം, റിഫായി ശൈഖിനെ പറ്റി ഇങ്ങനെ അബുൽ വഫാൻ എന്ന് പറഞ്ഞ ആളോട് ഖിദ്ർ നബി പറഞ്ഞത് ഖുർആനിലുണ്ടോ? ഞാൻ അങ്ങനെ ചോദിച്ചോ? ഞാൻ ചോദിച്ചത് എന്താണ്? ഇങ്ങനെ ഒരു സംഭവം നാളെ മഹ്ശറിൽ നടക്കാൻ പോകുന്നുണ്ട് എന്ന വിവരം ആരാ ഞങ്ങളോട് പറഞ്ഞത്? അത് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്നാ. അല്ലാതെ ഖിദ്ർ നബി വന്ന് പറഞ്ഞു റിഫായി ശൈഖിന്റെ കാര്യം വന്ന് പറഞ്ഞു അബുൽ വഫനോട് പറഞ്ഞു ഖുർആനിലുണ്ടോ എന്നല്ല. പേരും നുണയാണ്. നുണ രണ്ടാമത്തതും കേട്ടോളൂ, ഇനിയും നുണ പറയാം.